ശ്രീ ഗുരുവായൂരപ്പ ശരണം. 14-ാമത്തെ ദശകത്തിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇന്ന് നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. മനുനോപകൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. മനുനോപകൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. മനുനോപകൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. മനുനോപകൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. അന്വയം നോക്കാം. അസൗ കർദമഃ മനുനാ ഉപകൃതാം തരുണീരത്നം ദേവകൂതിം അവാപ്യ ഭവദർച്ചന നിർവൃതഃ അപി ദൃഢശുശ്രൂഷണയാ തസ്യാം പ്രസാദം ദധൗ. അസൗ കർദമഃ, ഈ കർദമനാകട്ടെ, മനുനാ ഉപകൃതാം, മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം ദേവഹൂതിം അവാപ്യ, സ്ത്രീരത്നമായ ദേവഹൂതിയെ കിട്ടിയിട്ട് ഭവദർച്ചന നിർവൃതഃ അഭി, നിന്തിരുവടിയുടെ ഭജനം കൊണ്ട് സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും ദൃഢശുശ്രൂഷണയാ തസ്യാം പ്രസാദം ദധൗ, അവാജ്യമായ അവളുടെ ആ ശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസന്നനായിട്ട് ഭവിച്ചു. അതായത് ഈ കർദമനാകട്ടെ, മനു ആദരവോടുകൂടി കൊണ്ടുവന്ന് നൽകിയ സ്ത്രീരത്നമായ ദേവഹൂതിയെ ലഭിച്ചിട്ട് ഭഗവാന്റെ ഭജനം കൊണ്ട് സംതൃപ്തി അടഞ്ഞവൻ എന്നിരിക്കലും ദൃഢമായ അവളുടെ ശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസാദമുള്ളവനായിട്ട് തീർന്നു, അതായത് സന്തുഷ്ടനായി തീർന്നു. 7-ാമത്തെ ശ്ലോകം. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ. അന്വയം നോക്കാം. സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ
ദേവഹൂത്യാ ദേവപഥേഷു വ്യഹരത് സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ സഹ പുനഃ ത്വദുപാസന പ്രഭാവാത്. കർദമനാകട്ടെ പിന്നീട് നിന്തിരുവടിയെ ആരാധിച്ചു കിട്ടിയ ആ മഹാത്മ്യത്താൽ ദയിത കാമകൃതേ കൃതേ വിമാനെ, പ്രിയതമയുടെ ഇഷ്ടത്തിനായിട്ട് നിർമ്മിച്ച ആ വിമാനത്തിൽ വനിതാകുല സങ്കുലഹ നവാത്മ, അനേകം ദിവ്യനാരീ പരിവൃതനായിട്ട് 9 ആകൃതി കൈക്കൊണ്ട് ദേവഹൂത്യാ ദേവപഥേഷു വ്യഹരത്, ദേവഹൂതിയോടുകൂടി ദിവ്യഭൂമികളിൽ വ്യഹരത് ക്രീഡിച്ചു. അതായത് ആ കർദമൻ അങ്ങയെ ആരാധിച്ചു കൊണ്ട് നേടിയ ആ മഹാത്മ്യത്താല് പ്രിയതമയുടെ സന്തോഷത്തിനായിട്ട് നിർമ്മിച്ച വിമാനത്തിൽ അനേകം ദിവ്യനാരികളാൽ ചുറ്റപ്പെട്ടിട്ട് 9 ആകൃതി കൈക്കൊണ്ട് ദേവഹൂതിയോട് കൂടിയിട്ട് ദിവ്യഭൂമികളില് വ്യഹരിച്ചു. 8ാമത്തെ ശ്ലോകം. ശതവർഷമഥ വ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഹ. സമവാപ്യ ഡബിൾ സ പറയണം ഇവിടെ. നവകന്യാ സമവാപ്യ ധന്യരൂപാഹ. സായെ ഒന്ന് ഉറപ്പിച്ചു പറയണം. വനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വജ്ജനനോത്സുകോന്യവാസീത്. ഇവിടെ 3ാമത്തെയും 4ാമത്തെയും വരി ചേർത്ത് പറയണം. വനയാന സമുദ്യതോപി കാന്ത ഹിതകൃത്വജ്ജനനോത്സുകോന്യവാസീത്. ശതവർഷമഥവ്യതീത്യ സോയം ശതവർഷമഥവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപി കാന്താ ഹിതകൃത്വജ്ജനനോത്സുകോന്യവാസീത്. വനയാന സമുദ്യതോപി കാന്താ ഹിതകൃത്വജ്ജനനോത്സുകോന്യവാസീത്. ശതവർഷമഥവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോപി കാന്താ ഹിതകൃത്വജ്ജനനോത്സുകോന്യവാസീത്. അന്വയം നോക്കാം. അഥ സഹ അയം ശതവർഷം വ്യതീത്യ ധന്യരൂപാഃ നവകന്യാഃ സമവാപ്യ വനയാന സമുദ്യതഃ അപി കാന്താ ഹിതകൃത് ത്വജ്ജനനോത്സുകഃ ന്യവാസീത്. അഥ സഹ അയം അനന്തരം ആ കർദമൻ ശതവർഷം വ്യതീത്യ 100 സംവത്സരം ധന്യരൂപാഃ വ്യതീത്യ ധന്യരൂപാഃ നവകന്യാഃ സമവാപ്യ ക്രീഡാസുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം സുന്ദരിമാരായ 9 പുത്രിമാരെ ലഭിച്ചിട്ട് വനയാന സമുദ്യതാഃ തപസ് ചെയ്യുവാനായിട്ട് കാട്ടിലേക്ക് അപി കാന്താഹിതകൃത് പോകാനൊരുങ്ങിയിട്ടും ദേവഹൂതിയുടെ ഹിതം നോക്കുന്നവനായിട്ട് ത്വജ്ജനനോത്സുകഃ നിന്തിരുവടിയുടെ ജനനത്തില് താല്പര്യത്തോടുകൂടി ന്യവാസീത് ഗൃഹത്തിൽ തന്നെ താമസിച്ചു. അതായത് പിന്നീട് ആ കർദമൻ 100 സംവത്സരം ഇങ്ങനെ ക്രീഡാസുഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം സുന്ദരിമാരായ 9 പുത്രിമാരെ ലഭിച്ചിട്ട് തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടിട്ടും ദേവഹൂതിയുടെ താല്പര്യം നോക്കുന്നവനായിട്ട് നിന്തിരുവടിയുടെ ജനനത്തിൽ താല്പര്യമുള്ളവനായിട്ട് ഗൃഹത്തിൽ തന്നെ താമസിച്ചു. 9ാമത്തെ ശ്ലോകം.
നിജ ഭർതൃഗിരാ ഭവൻ നിഷേവ നിരതായാം അഥ ദേവ ദേവഭൂത്യാം. ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരി ചേർത്ത് പറയണം. നിജ ഭർതൃഗിരാ ഭവൻ നിഷേവ നിരതായാം അഥ ദേവ ദേവഭൂത്യാം. കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാമഥ ദേവ ദേവഭൂത്യാം. നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാം അഥ ദേവ ദേവഭൂത്യാം. കപിലസ്ത്വമജായഥാ ജനാനാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാം അഥ ദേവ ദേവഭൂത്യാം. കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. അന്വയം നോക്കാം. ഹേ ദേവ അഥ നിജഭർതൃഗിരാ ഭവൻ നിഷേവാ നിരതായാം ദേവഭൂത്യാം ജനാനാം പരമാത്മതത്വവിദ്യാം പ്രഥയിഷ്യൻ ത്വം കപിലഃ അജായഥാഃ. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, അഥ പിന്നീട് നിജഭർതൃഗിര ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് ഭവൻ നിഷേവാ നിരതായാം ദേവഹൂത്യ നിന്തിരുവടിയുടെ ജനനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനാനാം ജനങ്ങളുടെ ഇടയിൽ പരമാത്മ തത്വവിദ്യാം പ്രഥയിഷ്യൻ ലോകത്തില് ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ത്വം കപിലഃ അജായതാഹ അവിടുന്ന് കപിലമൂർത്തിയായിട്ട് കപിലമുനിയായിട്ട് അവതരിച്ചു. ഹേ ദേവ, അല്ലയോ ദേവ ഭഗവാനെ, പിന്നീട് ഭർത്താവിൻ്റെ ഉപദേശമനുസരിച്ച് നിന്തിരുവടിയുടെ ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനങ്ങളുടെ ഇടയിൽ ലോകത്തിൽ ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് സാഖ്യയോഗം ഉപദേശിക്കുന്നതിനായിട്ട് അവിടുന്ന് കപിലമുനിയായിട്ട് അവതരിച്ചു. 10ാമത്തെ ശ്ലോകം. വനമേയുഷി കർദമേ പ്രസന്നേ മദ സർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദോഘാത്. വനമേയുഷി കർദമേ പ്രസന്നേ വനമേയുഷി കർദമേ പ്രസന്നേ മദ സർവസ്വമുപാദിശൻ ജനന്യേ മദ സർവസ്വമുപാദിശൻ ജനന്യേ കപിലാത്മക വായുമന്ദിരേശ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത് ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. വനമേയുഷി കർദമേ പ്രസന്നേ മദ സർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. അന്വയം നോക്കാം. ഹേ കപിലാത്മക വായുമന്ദിരേശ പ്രസന്നേ കർദമേ വനം യേയുഷി ജനന്യൈ മദ സർവസ്വം ഉപാദിശൻ ത്വം മാം ത്വരിതം ഗദൗഘാത് പരിപാഹി. ഹേ കപിലാത്മക കപിലമൂർത്തിയായിട്ട് അവതരിച്ച വായുമന്ദിരേശ, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദമേ വനം യേയുഷി കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് തപസ്സിനായി പോയപ്പോൾ ജനന്യേ മതസർവസ്വം അമ്മയ്ക്ക് മതസിദ്ധാന്തങ്ങളുടെ എല്ലാം ഉപാദിശൻ ത്വം സാരാംശം ഉപദേശിക്കുന്ന നിന്തിരുവടി
മാം ത്വരിതം ഗതൗഘാത്, എന്നെ വേഗത്തിൽ എല്ലാ രോഗങ്ങളും മാറ്റി പരിപാഹി എന്ന് മാറ്റിത്തന്ന് എന്നെ രക്ഷിക്കണേ. അതായത് ഹേ കപിലാത്മക വായുമന്ദിരേശ, കപിലമൂർത്തിയായിട്ട് ജന്മം കൊണ്ട അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, ഭഗവാനെ ശ്രീകൃഷ്ണ, ചാരിതാർത്ഥനായ കർദമൻ വനത്തിലേക്ക് തപസ്സിനായിട്ട് പോയപ്പോൾ അമ്മയ്ക്കായിട്ട് മതസിദ്ധാന്തങ്ങളുടെ സാരാംശങ്ങൾ എല്ലാം ഉപദേശിക്കുന്ന നിന്തിരുവടി എന്നെ വേഗം തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനാക്കി രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇനി നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. മനുനോപഹൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം സ പുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യാ ശതവർഷമഥപ്യതീത്യ സോയം നവകന്യാഃ സമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വജ്ജനനോത്സുകോऽന്യവാസീത് നിജഭർതൃഗിരാ ഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രതയിഷ്യൻ പരമാത്മതത്വവിദ്യാം വനമേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വമുപാദിശഞ്ജനന്യൈ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.